ഡോക്ടറിൻ്റെ മറ്റൊരു സബ്ജക്റ്റ് ആണല്ലോ ക്യാൻസർ രോഗവും ഹോമിയോപ്പതിയും. സോ ഒരുപാട് ക്യാൻസർ പേഷ്യൻസിനെ ഡോക്ടർ ക്യൂർ ചെയ്തിട്ടുണ്ടെന്ന് എനിക്കറിയാം. സോ വാട്ട് യു ഹാവ് ടു ടോക്ക് അബൌട്ട് ഇറ്റ് ഡോക്ടർ? ക്യാൻസറിന് ഏറ്റവും നല്ല ചികിത്സ ഹോമിയോപ്പതി തന്നെയാണ്. ഡോക്ടർ ഇത്ര കോൺഫിഡൻ്റ് ആയിട്ട് പറയുമ്പോൾ ഫസ്റ്റ് സ്റ്റേജിൽ എങ്ങനെയാണ് നമ്മളിത് ഹാൻഡിൽ ചെയ്യുന്നത്? ആദ്യം ചെയ്യേണ്ടത്, ക്യാൻസർ വന്നല്ല അധികം ആൾക്കാരും മരിക്കുന്നത്. ക്യാൻസർ ആണെന്ന് അറിയുമ്പോൾ സ്വാഭാവികമായിട്ട് അവന് മാനസികമായി തളരും. ഈ തളർച്ച അവൻ്റെ ശരീരത്തിൻ്റെ പ്രതിരോധ ശക്തി കുറയും. അതുമൂലമാണ് അധികം ആൾക്കാരും ക്യാൻസറിന് അടിമപ്പെടുന്നത്. ഞാൻ എൻ്റെ ചികിത്സയ്ക്ക് വരുന്ന രോഗികളോട് പറയുന്ന കാര്യം, ഒരിക്കലും ക്യാൻസർ ആണെന്നുള്ള വിവരം രോഗിയെ അറിയിക്കാതിരുന്നാൽ വളരെ പെട്ടെന്ന് സന്തോഷമായ ദിവസങ്ങളിലേക്ക് ജീവിക്കാൻ പറ്റും. അതും വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ. ഡോക്ടർ, ക്യാൻസർ ട്രീറ്റ്മെൻറ്റിന് നൗഡേയ്സ് ഒരുപാട് ആൾക്കാർ ഹോമിയോപ്പതിയിൽ വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ ഡോക്ടറിൻ്റെ ഇതിലെ റെക്കമെൻഡേഷൻ എന്താണ്? അത് സെക്കൻഡ് സ്റ്റേജിലോ തേർഡ് സ്റ്റേജിലോ വരെയാണെങ്കിൽ അവനുദ്ദേശിക്കുന്നത് അസുഖം മാറുക എന്നുള്ളതല്ല, ചെലവ് കുറഞ്ഞ ഒരു സുഖ ചികിത്സ, വേദനരഹിത ചെലവ് കുറഞ്ഞ ചികിത്സയാണ് പ്രധാനമായിട്ട് ചെയ്യുന്നത്. അതാണല്ലോ ആവശ്യം. ഒരു ചികിത്സയിൽ മറ്റു മാർഗങ്ങളൊന്നും ചെയ്യാനില്ല. അങ്ങനെ നിരാശപ്പെടുമ്പോഴാണ് സെക്കൻഡ് ഓപ്ഷനായിട്ട് നമ്മുടെ അടുത്ത് വരുന്നത്. ഒരു പെയിൻ കില്ലറൊക്കെ ഉപയോഗിക്കാതെ അവിടെയാണ് നമുക്ക് ആ രോഗിയെ അവരുടെ മനസ്സിനെ ശാന്തപ്പെടുത്തി ചികിത്സിക്കാൻ ഹോമിയോപ്പതി ഡോക്ടർമാർക്ക് പറ്റും. ദൈവത്തിൻ്റെ അനുഗ്രഹമുണ്ട്, നൂറുകണക്കിന് പേഷ്യൻസ് ഇപ്പോഴും 20-30 വർഷമായ ആൾക്കാർ സന്തോഷത്തോടെ ജീവിക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം ഞങ്ങൾ ചെയ്യുന്ന ക്യാൻസറിനെ ചികിത്സിക്കുകയല്ല, ടു റിമൂവ് ദ ബാഡ് ഇഫക്റ്റ് ഓഫ് റേഡിയേഷൻ. അതിന് ഹോമിയോപ്പതിയിൽ പ്രത്യേകം മെഡിസിൻ പറയുന്നുണ്ട്. അപ്പോൾ അത് കൊടുത്തിട്ട് അവനെ കൺട്രോൾ ചെയ്യും, എന്നിട്ട് ട്രീറ്റ്മെൻറ്റിലോട്ടേക്ക് പോകും. ഓക്കെ.